കുറച്ച് അധികം നാളുകൾക്ക് ശേഷം വീണ്ടും കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർപ്പിലേക്ക് എന്ന വാർത്തയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയിരിക്കുന്നത്. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന ഈ പാർട്ടി ഇടയ്ക്ക് UDF-ലേക്ക് ചേക്കേറുമെന്ന വാർത്തകൾ വന്നെങ്കിലും അതിനെ പാർട്ടി വൃത്തങ്ങൾ അപ്പാടെ നിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായി 9 ദിവസം ജയിലിലായതിനു പിന്നാലെ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ഒരു പ്രബല വിഭാഗം തങ്ങളുടെ നേതാവിനോട് തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. ഇവർ UDF-മായി യോജിച്ച് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്നതാകട്ടെ പിണറായി സർക്കാരിലെ ജലസേചന വകുപ്പ് മന്ത്രിയായ റോഷി അഗസ്റ്റിനാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് മന്ത്രി ഇപ്പോൾ തന്റെ മാതൃസംഘടനയുമായി തെറ്റിപ്പിരിഞ്ഞ് UDF-ൽ ചേക്കേറാൻ തയ്യാറെടുക്കുന്നത്. ഒന്നാമതായി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനങ്ങളും അവഗണനകളുമാണ് ഇതിൽ പ്രധാനം. കേരളത്തിൽ ഒരു ഭരണമാറ്റം അനിവാര്യമെന്ന് ക്രിസ്ത്യൻ സമൂഹം ആഗ്രഹിക്കുന്നു. ഇതിന് സാധാരണ നേതാക്കൾക്ക് പുറമെ പ്രഗത്ഭരായ പല സഭാ നേതൃത്വങ്ങളുടെയും പിൻബലവും പിന്തുണയുമുണ്ട്. ഇവരാകട്ടെ കുറച്ചധികം നാളുകളായി കേരള കോൺഗ്രസ് LDF വിട്ട് UDF-ൽ പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഇനിയും കോൺഗ്രസ് അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ ദേശീയ തലത്തിൽ പോലും വലിയ ക്ഷീണം ആ പാർട്ടിക്കുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് പള്ളി അധികാരികൾ തന്നെ മുൻകൈയെടുക്കുന്നത്. ഒരു നിർണായക ഘട്ടത്തിൽ തങ്ങളുടെ പാർട്ടിയുമായി വേർപിരിഞ്ഞ് LDF-ലേക്ക് കൂറുമാറിയ ജോസ് കെ മാണിയെ തിരിച്ച് UDF-ലേക്ക് എടുക്കുന്നത് പല നേതാക്കൾക്കും എതിർപ്പുള്ള കാര്യവുമാണ്. കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു അന്ന് ജോസ് കെ മാണി തന്റെ പാർട്ടിയെ LDF പാളയത്തിലേക്ക് നയിച്ചത്. നേരത്തെ പറഞ്ഞുറപ്പിച്ച പ്രകാരമായിരുന്നു കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം PJ ജോസഫ് പക്ഷത്തിന് നൽകിയത്. എന്നാൽ മുന്നണി മര്യാദകൾ ലംഘിച്ച് UDF-നെ അവതാളത്തിലാക്കിയ ജോസ് കെ മാണിയെ ഇപ്പോഴും വിശ്വാസത്തിലെടുക്കാൻ UDF തയ്യാറായിട്ടില്ല. രണ്ടാമതായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ UDF നേടിയ ഉജ്ജ്വലമായ വിജയമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ചിലരെയെങ്കിലും ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നയിക്കുന്നത്. 2011 മുതൽ ഇടുക്കി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന റോഷി അഗസ്റ്റിൻ തന്നെയാണ് ഇത്തരമൊരു മാറ്റത്തിന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും. ഇടുക്കിയിലെ CPM-കാർ തന്നെ അടുത്ത കൊല്ലം കാലുവാരുമെന്ന് റോഷി വിശ്വസിക്കുന്നു. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ പോലും അടുത്ത കൊല്ലം ഡീൻ കുര്യാക്കോസ് നേടിയ വൻ വോട്ട് അസംബ്ലി ഇലക്ഷന് മറികടക്കാൻ ആകുമോ എന്ന് സംശയമായി നിൽക്കുന്നു. ഇതേ കാരണമാണ് പൂഞ്ഞാർ MLA ആയ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള സാമാജികനായ ജോബ് മൈക്കിളും ഉന്നയിക്കുന്നത്. ഇവർ ഇപ്പോൾ ലീഡറായ റോഷി അഗസ്റ്റിന് മേൽ ഏൽപ്പിക്കുന്നതാകട്ടെ കടുത്ത പ്രഹരവും. ഇരുവർക്കും അവരുടെ ഇപ്പോഴത്തെ സീറ്റ് നിലനിർത്തണമെങ്കിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും സഹായം കൂടിയേ തീരൂ. ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് വീണ്ടും UDF-ലേക്ക് ചായുമെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഒരുപക്ഷെ ഇത് മുൻകൂട്ടി കണ്ടായിരിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശൻ UDF വലിയൊരു പൊളിച്ചുപണിയിലേക്ക് കടന്ന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 100-ലേറെ സീറ്റ് നേടി ഭരണം പിടിക്കുമെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞത്. മാണി വിഭാഗത്തിലെ ഭൂരിപക്ഷം ഒപ്പം നിന്നാൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട മുതലായ ജില്ലകളിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരാൻ കഴിയുമെന്നാണ് UDF വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് റോഷി അഗസ്റ്റിന്റെയും കൂട്ടുകാരുടെയും അടുത്ത നീക്കങ്ങൾ രാഷ്ട്രീയ കേരളം വീക്ഷിക്കുന്നതും.